പത്തരമാറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദർശ് ആ വീട്ടിൽ നിന്ന് പോയത് പിന്നെ ഒരു എഴുന്നേറ്റമില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അത് മുത്തശ്ശിയുടെ പറഞ്ഞ് കേട്ടിട്ട് അനി പറയുക, അത് തന്നെയാണ് എന്നെ എം ഡി ആക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, ചേട്ടൻ മതിയായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആരെങ്കിലും നോക്കി നടത്താൻ ഒരാൾ വേണ്ടേ, അത് നീ എന്ന നിലയിൽ നീ നല്ലതെല്ലാം കൊണ്ടുപോകുന്ന എനിക്കറിയാം, വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ അവൻ തിരിച്ച് ഈ വീട്ടിൽ തന്നെ വരും. അത് എല്ലാം തെളിഞ്ഞ് സത്യസന്ധനായിട്ട് മനസ്സിലാക്കി എല്ലാവരും ബോധ്യപ്പെടുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് ഉടനെ നടക്കട്ടെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അവരെയൊക്കെ ഈ വീട്ടിൽ നിന്ന് പോയത് പിന്നെ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ എനിക്കില്ല കേട്ടോ എന്ന് മുത്തശ്ശി പറയുന്നതായിട്ട് അനി പറയുക, അത് ശരിയാ, ഞാൻ പിന്നെ വല്ലപ്പോഴും പോയി കാണുമല്ലോ, നിങ്ങളെല്ലാവരും തിരക്കിയതായും പറയും, പക്ഷേ ഇങ്ങോട്ട് വരണ്ടേ, അതല്ലേ കാര്യം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നാലും അനിക്കാണെങ്കിൽ ഇപ്പോൾ കല്യാണാലോചന ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവന്തികയ്ക്കാണെങ്കിൽ ഈ കല്യാണം ഭയങ്കര ഇഷ്ടവും താന്. എന്നാൽ AN ജുവലറിയുടെ എന്തായാലും ഒരു നാശം കാണണമെന്ന മൂർത്തി ജുവലറി കരുതുന്നത്. പക്ഷേ എന്തായിരുന്നാലും അവർ പരസ്പരം മത്സരിക്കുക. അത് ഈ കല്യാണത്തിലൂടെ ഇനി എന്ത് നടക്കുമെന്ന് അവരുടെ വീട്ടുകാർക്കൊക്കെ നല്ല അറിയാം AN ജുവലറിക്ക്. അതുകൊണ്ട് തന്നെ ഈ മുൻതൂക്കം എടുത്ത് ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ എനിക്കാണെങ്കിൽ കല്യാണം നടത്താൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല, നന്ദുവിന് ഇഷ്ടമുള്ളത് കൊണ്ട് എങ്ങനെയും പിന്മാറണമെന്ന ഉദ്ദേശത്തോടെ ആദർശിനെ പോയി കാണുന്നുണ്ട്. ആദർശ് പറയുക, എന്തായാലും നീ വിഷമിക്കേണ്ട കാര്യമില്ല, മുത്തശ്ശൻ തീരുമാനിച്ചല്ലേ, നല്ലതേ വരുള്ളൂ എന്ന് പറയുക. ഇത് കേട്ടത് അനി പറയുക, അവളെ എനിക്ക് ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, ഞാനത് മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞതാ, പക്ഷേ അവർ സമ്മതിക്കുന്നില്ല, എങ്ങനെ ഈ എൻഗേജ്മെൻറ്റിന് ഉടനെ തന്നെ നടത്തണമെന്നാണ് പറയുന്നത്, എനിക്ക് ആരുമില്ല പറയാൻ, അതുകൊണ്ടാണ് ഞാൻ ചേട്ടനടുത്തൊന്ന് പറയുന്നതെന്ന് ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും എന്ത് കാര്യം കൊണ്ടാണ് നീ മാറുന്നത്, നല്ലൊരു തീരുമാനമല്ലേ, മുത്തശ്ശൻ്റെ കാര്യം തന്നെ നടക്കട്ടെ, ഇനി ആരും ഇത്രയും കാലമായിട്ട് ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല, നിനക്കറിയാലോ എന്ന് പറയുന്നുണ്ട് ആദർശ്. ഇത് കേട്ടതും അനി സങ്കടത്തോടെ പോകുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ആദർശ് വിചാരിക്കുക, എന്തായാലും ഇനി ഇത് തന്നെ നടക്കുമെന്ന് അറിയില്ലല്ലോ എന്ന്. ആ സമയത്താണ് നന്ദു വിളിക്കുന്നത്. നന്ദുവിനെ ഫോൺ ചെയ്ത് എന്ത് തിരക്കിലായിരുന്നു. നന്ദുവിൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറയുക, എന്താ എന്നെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുന്നതാണല്ലോ, ഇങ്ങോട്ട് വിളിച്ചില്ല. ഇല്ല, എനിക്ക് വിളിക്കാൻ തോന്നിയില്ല, എന്തോ ഉണ്ടല്ലോ ശബ്ദത്തിൽ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനി. അത് നിനക്കറിയില്ലേ, നിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞു, ഇനി എന്തിനാ എന്നെ വിളിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് നന്ദുവിൻ്റെ അടുത്ത് ഈ ഓരോ കാര്യം പറയുമ്പോഴത്തേക്കും, ഞാൻ നിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനാ എപ്പോഴും മാറ്റി മാറ്റി നീ ഓരോ വരുന്ന് വീണ്ടും ഈ അവന്തിയിൽ കൊണ്ട് എത്തിക്കുന്നേ, എനിക്ക് ഇഷ്ടമില്ലെന്ന് നിനക്കറിയാമല്ലോ, പക്ഷേ എൻ്റെ മുത്തശ്ശനല്ലേ തീരുമാനിച്ചത്, അതുകൊണ്ട് ഇത് നടത്തിയാലും എനിക്ക് നിന്നെ മറക്കാൻ ഒരിക്കലും പറ്റില്ല, കല്യാണം ഒരിക്കലും നടത്തില്ല, എൻഗേജ്മെൻറ്റ് നടന്നാലും എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ ഒറ്റപ്പിടിയിലാണ് നിൽക്കുന്ന വീട്ടുകാർ. AN ജുവലറി ആണെങ്കിൽ ഉദ്ദേശം വേറെയാണ്, അതെനിക്ക് നല്ല അറിയാം എന്ന് അനി പറയുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് നന്ദുവും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് വരുന്നുണ്ട് അനി. എന്നിട്ട് പറയുക, അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് എല്ലാം പറയുക, എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല, എനിക്ക് അനിയത്തി പോലെ ഞാൻ പണ്ട് മുതലേ കരുതിയിരുന്നത്, അതുകൊണ്ട് ഇതെങ്ങനെയും മാറണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും മുത്തശ്ശൻ പറയുക, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ മരിക്കുന്നതിന് തുല്യമാണ്, ഇതൊരിക്കലും നടന്നില്ലെങ്കിൽ ഇതൊന്നും പറയണ്ട, ഇത് നടക്കും എന്ന് തന്നെ എനിക്ക് പറയണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, ഓരോ കാര്യത്തിന് നിനക്ക് ഇപ്പോൾ എതിർപ്പ് പറയത്തിരി കൂടുതലാണ്, എൻ്റെ എതിർപ്പ് ആരും ഇതുവരെ അവഗണിച്ചിട്ടില്ല, അവരെല്ലാവരും പുറത്തായിട്ടേ ഉള്ളൂ, മനസ്സിലായല്ലോ ആരൊക്കെയാണെന്ന്, അതുകൊണ്ട് നീ ഞാൻ പറയണ കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനകത്തേക്ക് പോവുക. ഇത് കേട്ടത് അനിയുടെ അച്ഛൻ പറയുക, എന്തായാലും നീ വിഷമിക്കണ്ട, ഏതായിരുന്നാലും കല്യാണം നമുക്ക് നടത്താം, മുത്തശ്ശൻ്റെ തീരുമാനമല്ലേ, നീ വിഷമിക്കാതെ ഇരിക്കുക എന്ന് വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ അനിയുടെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല, സങ്കടത്തോടെ അകത്തേറി പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നയന മോൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ സന്തോഷമായി കഴിഞ്ഞതാണ്. ഇപ്പോഴെന്താ പറ്റിയെന്ന് അറിയില്ല, ഇവിടെയാണെങ്കിൽ ഒരു സ്വസ്ഥതക്കേട് ഉണ്ട്. ഇപ്പം തന്നെ ഈ കല്യാണത്തിൻ്റെ കാര്യത്തിൽ കണ്ടില്ലേ, എന്തായാലും നീയും എന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശൻ. ഇത് കേട്ടുകൊണ്ട് നിന്ന് അനി പറയുക, എല്ലാവരും ശ്രദ്ധിക്കാൻ പറയുന്നുണ്ടല്ലോ, എന്തായാലും എൻ്റെ കാര്യത്തിൽ തന്നെ ആരും ഒരു ശ്രദ്ധയില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നയനയാണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ മരുമോളാണ്, അവളാണെങ്കിൽ നല്ലൊരു കുട്ടിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് മരുമോളായിട്ട് വന്നതും. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം, അതുപോലത്തെ ഒരു മരുമോളാണ് ഞങ്ങൾ ഇപ്പോൾ നോക്കി അവന്തിക്കുകയും, അതുകൊണ്ട് ഇത് നീ സമ്മതിച്ചേ മതിയാവുള്ളൂ എന്ന് വീണ്ടും പറയുന്നുണ്ട്.
എന്തായാലും എൻ ജ്വല്ലറിയുടെ കള്ളത്തനങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ ചെറിയ രീതിയിലൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പം എല്ലാം ശരിയാവും എന്ന് ആദർശ് പറയുന്നുണ്ട്. ഏത് മീറ്റിങ്ങിനും മത്സരങ്ങളിലും എല്ലാത്തിനും മുന്നിട്ട് നിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരേ ജ്വല്ലറി ആയിരുന്നു മോത്തി ജ്വല്ലറി. എന്നാൽ ഇതൊക്കെ ഇന്ന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കളിക്കുന്ന ആരായിരുന്നാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് ആദർശ് പറയുകയും ചെയ്യുന്നു നയനി.